എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശിയുടെ കാലിലേക്ക് വെള്ളക്കുടമൊക്കെ വീണ് ആകെപ്പാടെ ചതഞ്ഞു പെറുക്കി വേദന കൊണ്ട് മുത്തശ്ശി ഇരിക്കുകയാണ്. ഈ സമയത്ത് അബി പറഞ്ഞു, ഈ ചടങ്ങിന്റെയൊക്കെ കാര്യം ഉണ്ടായിരുന്നോ എന്റെ മുത്തശ്ശി? ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഈ ചടങ്ങുകളൊക്കെ നടത്തിയില്ലല്ലോ, ഒരു കുഴപ്പമില്ലെന്ന് പറയാ. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാവത്തില്ല. അതെ, മഹാലക്ഷ്മി ഈ വീട്ടിലേക്ക് കയറി വരണമെങ്കിൽ ഈ ചടങ്ങുകളൊക്കെ നടക്കണമെന്ന് പറയാം. പെട്ടെന്ന് അപർണ പറഞ്ഞു, ഇനിയിപ്പൊ ഞാനായിട്ട് ചടങ്ങുകളൊന്നും തെറ്റിക്കുന്നില്ല മുത്തശ്ശി, മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറയാം. പെട്ടെന്ന് പ്രഭാവതി പറഞ്ഞു, എന്റെ അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്? ഇതിന്റെ കാര്യമൊന്നുമില്ലെന്ന് പറയാം. അതെ, എന്റെ കാല് മേലാന്നുള്ളൂ, ചടങ്ങുകളൊക്കെ എന്റെ കൃത്യസമയത്ത് തന്നെ നടക്കണം, എല്ലാം അതേപടി തന്നെ നടക്കണമെന്ന് പറയാം. പിന്നീട് അബിനോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ, പോയി വെള്ളം എടുത്തുകൊണ്ട് ഞാൻ പറയണം. ഇത് കേട്ടപ്പോ അബറിനോട് പറഞ്ഞു, ഞാനിപ്പോ വെള്ളം എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കെട്ടൻകരയിലേക്ക് പോവാണ്. ഈ സമയം അമ്മയിലും അങ്ങോട്ട് പുറകെ പോയി. പെട്ടെന്ന് അബി പറഞ്ഞു, വെറുതെ എന്തിനാ എന്റെ മുത്തശ്ശി ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്ത് അപർണനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. ഇത് അവൾക്കൊരു ബുദ്ധിമുട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്ന് പറയാം. പിന്നീട് അപർണ നേരെ കെട്ടൻകരയിലേക്ക് ചെല്ലുക. ഈ സമയത്ത് അമല് പുറകെ ചെന്നു. അപർണ ഒരു കാര്യം മനസ്സ് വിചാരിച്ചു, ഒരു കാരണവശാലും ഇവനോട് ഇനി സംസാരിക്കണ്ട, വെറുതെ സംസാരിച്ച് നാണം കിടാന്നുള്ളത് മിച്ചം. ഇവൻ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടെ സംസാരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് നാക്കിട്ട് അലച്ച് മടുത്ത് കഴിയുമ്പോൾ നിർത്തിക്കോളും എന്ന് അപർണ മനസ്സിൽ കരുതുവാണ്. പിന്നീട് തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിട്ട് വെള്ളം കോരാൻ തുടങ്ങുവാണ്. ഈ സമയം അമല് വന്നിട്ട് ചോദിച്ചു, പഠിച്ചല്ലോ, സൂപ്പറായിട്ടുണ്ട്, ഞാൻ വല്ല ഹെൽപ്പും ചെയ്യണമെന്ന് ചോദിക്കാം. പക്ഷേങ്കില് അപർണ ഒന്നും മിണ്ടിയില്ല. നല്ല കാര്യം കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ വീട്ടിലേക്ക് വരുമ്പോ ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങ് നടത്തിയില്ലെങ്കിലേ ചിലപ്പം കറണ്ടൊന്നും ഇല്ലെങ്കിൽ ടാങ്കിനകത്ത് വെള്ളം ഇല്ലെങ്കിൽ കിണറ്റിൽ ഇങ്ങനെ വെള്ളം വലിച്ചു കോരേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണമെന്ന് പറയാം. പക്ഷെ അതിനും അപർണയൊന്നും മിണ്ടിയില്ല. പിന്നീട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് നേരെ അപർണ അകത്തേക്ക് വരുക. പെട്ടെന്ന് ഈ കാഴ്ച കൊണ്ട് ജാനകി ഓടിച്ചെന്ന് അപർണനെ സഹായിക്കുവാണ്. കാരണം എളിയിലെടുത്താൽ കുടം വെക്കണം, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ എളി കുടവും വെച്ചിട്ട് വേണം വന്ന് കുങ്കുമത്തിനകത്ത് കാല് പതിപ്പിച്ച് വെള്ളത്തുണിയിലേക്ക് ആ കാലങ്ങ് പതിപ്പിക്കാനായിട്ട്. അങ്ങനെ അകത്തേക്ക് കയറി വരുവാണ് അപർണ. കുടമൊക്കെ ഇങ്ങനെ കുടം എന്തി വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നേരെ കുറെ കുങ്കുമം ഉണ്ടായിരുന്നിരിപ്പോ ഒരു തട്ടത്തിനകത്ത്. ആ കുങ്കുമത്തിനകത്തേക്ക് കാലം കൂടി വെക്കുവാണ്. കാല് വെച്ചതിന് ശേഷം ആ കാല് നേരെ ഒരു വെള്ളത്തുണിയിലേക്ക് അങ്ങോട്ട് പതിപ്പിക്കുവാണ്. അതൊക്കെയായിരുന്നു പുതിയ പുതിയ ആചാരങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ പതിപ്പിച്ചു കഴിഞ്ഞപ്പോ തന്നെ വല്ലാതെ മടുത്തുപോയി അപർണ. ഒരു കുടം വെള്ളം കോരിയപ്പോഴത്തേന്, കാരണം ഇതൊന്നും ചെയ്ത് ശീലമുള്ള ആളല്ലല്ലോ. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാ, ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നടത്തണം, നല്ല കാര്യമാ. ഇപ്പോഴാണ് മഹാലക്ഷ്മി വീട്ടിലേക്ക് കയറി വന്നേന്ന് പറയാം. എന്തൊരു ഐശ്വര്യം നോക്കിയേ. അപർണമ്മളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേനും ഈ സമയം അപർണ പറഞ്ഞു, എനിക്കറിയാം എന്നെ സൂചിപ്പിക്കുന്നതാണ്, മനഃപൂർവ്വം എന്റെ കാലിലേക്ക് കുട വിട്ടാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ആ പാല് തട്ടിക്കളഞ്ഞാലുള്ള പ്രതികാരമല്ലേ മുത്തശ്ശി ചെയ്തേ. എന്നാലും കുഴപ്പമില്ല, എനിക്കൊരു അവസരം കിട്ടും, അപ്പൊ ഞാൻ ആ കട അങ്ങോട്ട് വീട്ടിക്കോളാം എന്ന് അപർണ മനസ്സിൽ പറയാണ്. പിന്നീട് കാണിക്കുന്ന അജയ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിരഞ്ജനയുടെ അമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ അജയ്, നീ എന്താ വല്ലാതിരിക്കണേ, നീ ഫുഡ് വല്ലതും കഴിച്ചോ നിൽക്കേ? ഇല്ല, എനിക്കിപ്പോ വിശക്കുന്നില്ല, ഒന്നും വേണ്ടാന്ന് പറയാ. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ നിരഞ്ജനയുടെ അമ്മ അങ്ങോട്ട് പോയിട്ട് ഒരു ഫ്ലാസ്കിനകത്ത് കുറച്ച് ചായ എടുത്തിട്ട് കൊടുക്കണം, ഇതെങ്കിലും കുടിക്കാൻ പറഞ്ഞ് കുടിപ്പിക്കുകയാണ്. അതറിയോ അജയ്ക്ക് അറിയാലോ, എനിക്കും രാജേട്ടനും ഒറ്റ മോളേ ഉള്ളൂ, ആണെന്നും പെണ്ണെന്നുമായിട്ട് ആ ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ അതിപ്പോ രാജേട്ടനാണേലും ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന് അജയ് പറഞ്ഞു, എനിക്ക് അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്റെ വിഷമം എന്റെ ഏട്ടന്റെ കാര്യം ഓർത്തിട്ടാ. കാരണം അവർക്ക് ഞാൻ വാക്ക് കൊടുത്താ, എന്നെ ജീവനുള്ളിൽ സ്നേഹിക്കുന്നവര്, വാക്ക് കൊടുത്തിട്ട് ഞാൻ അവരെ ചതിക്കുവാണല്ലോ ചെയ്തേ. നിരഞ്ജനയുടെ കഴുത്തി ഞാൻ താലിയാർത്തി, കൃത്യസമയത്ത് തന്നെ ഞാൻ മണ്ഡപത്തിൽ നിന്ന് പോരുകയും ചെയ്തു. അവരെല്ലാവരുടെ മുന്നിൽ നാണം കിട്ടുകയാണ്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതോർത്തിട്ടുള്ള വിഷമമുള്ളെന്ന് പറയാം. അതൊന്നും കാര്യമാക്കണ്ട. അല്ല, ഉണ്ണിത്താൻ സാറും തേന്ന് വെക്കണം. അത് രാജേട്ടൻ മുറിയിലുണ്ട്, ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര മടി, മുറിയിലുണ്ടെന്ന് പറയാം. ഇനിയിപ്പം അജയ് ആ കാര്യത്തിൽ പേടിക്കണ്ട. അജയ് ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ ചെല്ലണം, ഏട്ടനെ കണ്ട് സംസാരിക്കണം, കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കണം. ഇപ്പൊ ഒരു താലി കെട്ടിയെന്ന് വെച്ചിട്ട് അതൊരിക്കലും അത് നിയമപരമായിട്ടൊരു വിവാഹം അല്ലത്. എല്ലാവരും നാടറിഞ്ഞ് ക്ഷണിച്ച ഒരു കല്യാണം തന്നെ നടത്തണം. എന്റെ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ പണ്ട് മുതൽ എനിക്ക് അവളോട് അറിയാലോ, അവളോട് എന്റെ ഇഷ്ടം എത്ര മാത്രമായിരുന്നു. അവളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ അതൊരിക്കലും തെറ്റായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവൾ ഒറ്റ മോളല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും എനിക്ക് അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനാ തോന്നുന്നേ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഈ സമയം അജയ് പറഞ്ഞു, ഇനിയിപ്പോ അമ്മ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ടെന്ന് പറഞ്ഞേ. വിഷമമൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യം കൂടെ പറഞ്ഞേ ഉള്ളൂ. അവളുടെ അവസ്ഥയെക്കുറിച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു, അത് ഞാൻ ഉറപ്പിച്ച കാര്യമായിരുന്നു അജയ്. ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എന്റെ വിഷമം ഞാൻ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുനടക്കുവാന്ന് പറയാം. ഇത് കേട്ടതും അജയ്ക്കും വല്ലാത്തൊരു ടെൻഷൻ വന്നു. കാരണം ഈ അമ്മ എത്രമാത്രം
തന്റെ മോളെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടാണല്ലോ അവൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ തനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെ ഓർത്തപ്പം അജയ്ക്കും വല്ലാത്ത ടെൻഷനായി. പിന്നീട് കാണിക്കുന്ന നേരെ അപർണയുടെ അരിയിലേക്ക് ജാനകി വരുവാണ്. അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കാനായിട്ട് വന്നാണ്. അങ്ങനെ വന്ന് ജാനകി പറഞ്ഞു, അതേ ബണ്ണ നീ താഴേക്ക് ഇറങ്ങി വാ, ഫുഡ് കഴിക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും അപർണ പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറയണം. അതെങ്ങനെ ശരിയാവും? ഇവിടെ വന്നിട്ട് അത്താഴം കഴിക്കാതെ കിടക്കുന്നത് ശരിയല്ലെന്ന് പറയാം. വേണ്ടാന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കും. ഓ, എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? അതെ, ദേഷ്യമൊക്കെ മാറിക്കോളും. നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രം മതി. കുറെ കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാണ്ട്. നീ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രം മതി എന്ന് പറയാം. ഇത് കേട്ടതും അപർണ പറഞ്ഞു, എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല, എന്റെ മുറിയിൽ നിന്ന് പോയി തന്നാൽ മാത്രം മതി എന്ന് പറയും. എന്താ പറഞ്ഞ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെയാ ഞാൻ പറയണ്ടേ? എനിക്കിഷ്ടമല്ല നിങ്ങളെ കാണുന്ന പോലും. എല്ലാം അറിഞ്ഞിരുന്നോട്ട് നിങ്ങൾ എന്നെ ചതിക്കുമല്ലേ ചെയ്തേന്ന് ചോദിക്കും. എന്താ ഇങ്ങനെയൊക്കെ പറയണേ? കാരണം അമലിന്റെ ഭാര്യയായിട്ട് നീ ഇങ്ങോട്ട് വരുന്ന ഒരിക്കലും പ്രതീക്ഷ കഴിയില്ല. അച്ഛയുടെ ഭാര്യയായിട്ട് നീ ഇങ്ങോട്ട് വരണമെന്നാ ഞങ്ങൾ ആഗ്രഹിച്ചേ. പക്ഷേങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലോ ദൈവമായിട്ട് ഓരോന്ന് വിധി നിർണയിച്ചു വെച്ചിരിക്കുന്നല്ലേന്ന് പറയും. നമ്മൾ കാണിച്ചു കൂട്ടിയിട്ട് വെറുതെ ദൈവത്തിനെ പഠിച്ചിട്ട് കാര്യമില്ല. കൃത്യസമയത്ത് തന്നെ അജയ് മുങ്ങി. അജയുടെ സ്ഥാനത്ത് അമലിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു. എനിക്കറിയാം, അതിന് കാരണമുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അജയുടെ റിലേഷനെ കുറിച്ച് എല്ലാം അറിയായിരുന്നു. എല്ലാം മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് വന്നതെന്ന് പറയാം. ഇത് കേട്ടതും അപർണയോട് ജാനകി പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു അപർണ, അവനൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അവനെ ഞങ്ങൾ വിലക്കുകയും ചെയ്താ. പക്ഷേങ്കിൽ അവനൊരു വാക്ക് പോലും പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ആയി തീരുമെന്നാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ ബന്ധവുമായിട്ട് ഞാൻ മുന്നോട്ട് വരില്ലായിരുന്നു പറയാം. നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കും, എനിക്കറിയാം. നിങ്ങളാണ് അജയനെയും നിരഞ്ജനേനും കൂടെ പോവാനായിട്ട് അനുവദിച്ച് അവളെ കാറ് കയറ്റിവിട്ട് നിങ്ങളല്ലേന്ന് ചോദിക്കും. അല്ല അപർണ എന്താ പറയണേ? ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. എന്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മുഖം തന്നെയാ കണ്ടത്. അവൾ എന്നോട് വിളിച്ചു പറയുകയും ചെയ്തു അജയനെയും നിരഞ്ജനയുടെയും കാറ് കയറ്റി വിട്ടത് ജാനി എടുത്തിയാന്നുള്ള കാര്യം. ഇത് കേട്ടും ജാനി പറഞ്ഞു, ഞാനല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയണ്ട. ഇപ്പൊ എന്റെ ശത്രു മൊത്തം അജയോടല്ല, നിങ്ങളോടാ. അറിയാവോ, എന്റെ ജീവൻ നശിപ്പിച്ച ആള് നിങ്ങളാ. ആ ഒരു പക എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയണം. പെട്ടെന്ന് ജാനി പറഞ്ഞു, അല്ല പറഞ്ഞ ഞാൻ കൂടുതലൊന്നും പറയണ്ട. പിന്നീട് ജാനിക്ക് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോണം. ജാനിക്ക് നല്ലാത്ത വിഷമം വന്നു. താൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യത്തെക്കുറിച്ചാണ് ഇപ്പൊ അപർണ സംസാരിച്ചേ. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ പ്രഭാവതി ചോദിച്ചു, എന്ത് പറ്റി വന്നില്ലേന്ന് ചോദിക്കണം. അവൾക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. അതെങ്ങനെയാ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസമല്ലേ, ഫുഡ് കഴിക്കണ്ടേന്ന് ചോദിക്കും. എന്താന്ന് അറിയത്തില്ലമ്മേ, വേണ്ടാന്ന് പറഞ്ഞു. ഈ സമയത്ത് പ്രഭാവതി ഒരു കാര്യം ചെയ്യാം, അവൾക്കുള്ള പാലും പഴവും ഒക്കെ മുറിയിലേക്ക് എത്തിക്കാൻ നളിനിയോട് പറയാന്ന് പറയാണ്. അപ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, ഓഹോ എല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ തുടങ്ങുവാണോ? എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താന്ന്. അമലിനെ കുറിച്ചും അപർണയെ കുറിച്ചും അല്ലേ പറഞ്ഞോണ്ടിരുന്നേ? അതെ, അവള് നല്ല കുട്ടിയാ. പക്ഷെങ്കിൽ അവളുടെ തലയില് അമലിനെ ഇവിടെ ചിലരൊക്കെ വെച്ച് കെട്ടുമല്ലേ ചെയ്തേന്ന് ചോദിക്കുവോ. ഇത് കേട്ടത് ജാനി പറഞ്ഞു, എന്തൊക്കെയാ മുത്തശ്ശി പറയണേന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നു, അതിനെ നിർബന്ധിച്ച് ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു. എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് കേട്ടൻ പ്രഭാവതി പറഞ്ഞു, അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അമ്മ ഫുഡ് കഴിച്ചല്ലേ, പോയി മുറിയിലങ്ങ് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്ന ഇടയ്ക്കേക്ക് അങ്ങോട്ട് കയറി വരും. പിന്നീട് ഓരോ കുറ്റമായി പറച്ചിലായി. ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ഈ സമയം നളിനി പാലും പഴമായിട്ട് നേരെ അപർണ മുറിയിലേക്ക് പോവാണ്. അപ്പോഴാണ് അപർണയ്ക്ക് കോൾ വരുന്നത്. ഫ്രണ്ട് വിളിക്കുന്നത്. ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എങ്ങനെയാ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആയെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പറഞ്ഞു, ഫസ്റ്റ് നൈറ്റ് ഒന്നും മിണ്ടാതെ വെക്കോ. ആ എന്താടി ഫസ്റ്റ് നൈറ്റ് വേണ്ടേ? അതോ ഇനിയിപ്പോ ശാന്തി മുഹൂർത്തം കുറിപ്പിച്ചിട്ടാണോ? മനുഷ്യന് ശാന്തി മുഹൂർത്തമല്ല, അവന്റെ അശാന്തി മുഹൂർത്തം നടക്കാൻ പോകുന്ന അമലിന്റെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ അപർണ ആരെ ശരിക്കും അവൻ അറിയത്തില്ലെന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അന്ന് നിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നല്ലോ, അവൾമാരത് കൊളാക്കി വിട്ടെ. ആ അമല് നല്ലവനാന്ന് എനിക്ക് തോന്നുന്നേ. നല്ലൊരു ജീവിതം നയിക്കാൻ നോക്ക്. വെറുതെ ഓരോന്നൊക്കെ ഇട്ടിരിക്കാതെ നന്നായിട്ട് ജീവിക്കാൻ നോക്കാൻ പറയാണ്. ഇത് കേട്ടതും അപർണ പറഞ്ഞു, എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ പറഞ്ഞെന്ന് പറയണം. അപ്പോഴാണ് നളിനിയുടെ വരവങ്ങോട്ട്. നളിനി വന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടി വേണം അപർണ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.